നമസ്കാരം, വെട്ടൻ ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. പവൻ ഗോൾ തിരൂർ. ഈ വർഷത്തെ വിദ്യാരംഭത്തോടനുബന്ധിച്ചുള്ള കലോത്സവത്തിന് തുടക്കമായി. ഒക്ടോബർ 5 മുതൽ 13 വരെയുള്ള 9 ദിവസങ്ങളിലായാണ് കലോത്സവം തുഞ്ചൻ പറമ്പിൽ നടക്കുക. തുഞ്ചൻ സ്മാരക ഓഡിറ്റോറിയത്തിൽ വിദ്യാരംഭം കലോത്സവം ചലച്ചിത്ര സംവിധായകനായ രോഹിത് MG കൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. പി നന്ദകുമാർ MLA അധ്യക്ഷത വഹിച്ചു. മയൂരി ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, താഴെപ്പാലം, തിരൂർ. ഈ വർഷം 9 ദിവസങ്ങളിലായി വിദ്യാരംഭം കലോത്സവത്തിനാണ് തുടക്കമായത്. വിദ്യാരംഭം കലോത്സവം ചലച്ചിത്ര സംവിധായകൻ രോഹിത് MG കൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. നന്ദകുമാർ സാർ പറഞ്ഞ പോലെ പേയുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് പറഞ്ഞു. അത്രത്തോളം അഡ്വാൻസ് ആയിരുന്നു. അത് ആക്ച്വലി നെഗറ്റീവായിട്ടല്ല, വളരെ പോസിറ്റീവായിട്ടാണ് പറയേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഓലയിൽ എഴുതിയിട്ട് ആണ് തുടങ്ങിയത്. നമ്മൾ അവിടെ നിന്നല്ല നിന്നത്. അവിടെ നിന്ന് നമ്മുടെ ഓരോ കാര്യങ്ങളും മുന്നിലേക്ക് ആണ് വന്നത്. ഓലയിൽ എഴുതി വന്നു, നമ്മൾ ഓലയിൽ നിന്ന് അടുത്തയിലെവിടേക്ക് എത്തി, പേപ്പറിൽ എഴുതാൻ തുടങ്ങി, ഇല്ലേ? അത് പിന്നെ എഴുത്ത് എന്നുള്ളത് ഒരു വിഭാഗം ആളുകൾക്ക് മാത്രം എന്നുള്ളതിൽ നിന്ന് അടുത്ത വിഭാഗം ആളുകളിലേക്ക് എത്തി. അതുപോലെ അതിൻ്റെ അടുത്തൊരു കാര്യമായിട്ടാണ് നമ്മൾ AI എന്നുള്ള ഇതിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ നമ്മളായിട്ട് നിൽക്കുന്നത് തന്നെ ഈ ഭാഷ കൊണ്ടാണ്, നമ്മളുണ്ടാക്കിയ ഇതുകൊണ്ടാണ്. കാരണം മനുഷ്യരും മൃഗങ്ങളും എല്ലാവരും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. മനുഷ്യനും മൃഗമൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നപ്പോൾ ഒരു മാനാണെങ്കിലും അത് ഒരു പുലി വരുന്നോ അല്ലെങ്കിൽ ഒരു സിംഹം വരുന്നോ ഓടണം എന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. തൂലികയെയും ജോലിക്കാർ അവരുടെ ജോലി ഉപകരണങ്ങളെയും കൈക്കോട്ട് കളിക്കുന്ന ഒരാൾ കൈക്കോട്ടിനെ ദൈവമായി സങ്കല്പിച്ച് പൂജിക്കുന്നു. നമ്മുടെ ജീവിതത്തിന് പ്രയോജനപ്പെടുന്ന ഉപകരണങ്ങളെയൊക്കെ ദൈവത്തിൻ്റെ പദത്തിൽ സങ്കല്പിക്കുന്ന ഒരു തൊഴിൽ സംസ്കാരം കൂടി നവരാത്രിയുടെ ഭാഗമായിട്ടുണ്ട്. അതുകൊണ്ട് ഈ നവരാത്രി ആഘോഷത്തിന് അങ്ങനൊരു വിധാനം കൂടിയുണ്ട്. പി നന്ദകുമാർ MLA അധ്യക്ഷത വഹിച്ചു. ആലങ്കോട് ലീലാകൃഷ്ണൻ സ്വാഗതവും പി കൃഷ്ണൻകുട്ടി മാസ്റ്റർ നന്ദിയും പറയും. തുടർന്ന് സോപാന സംഗീതം, ഭരതനാട്യം, വഞ്ചിപ്പാട്ട്, തിരുവാതിരക്കളി എന്നിവ അരങ്ങേറി. ഒക്ടോബർ 6 രണ്ടാം ദിവസം വൈകിട്ട് കാവ്യകേളി, മോഹിനിയാട്ടം, നൃത്താർപ്പണം, തൃക്കണ്ടിയൂർ ലളിതകലാസമിതി അവതരിപ്പിക്കുന്ന P ഭാസ്കരൻ സ്മരണാഞ്ജലിയും അരങ്ങേറും. ഒക്ടോബർ 7 വൈകിട്ട് 5 അമൃതപൂജ ട്രൂപ്പ് തിരൂർ അവതരിപ്പിക്കുന്ന കൈകൊട്ടിക്കളിയും തുടർന്ന് മോഹിനിയാട്ടം, നൃത്തനൃത്യങ്ങൾ, ഭരതനാട്യം, തിരുവാതിരക്കളിയും അരങ്ങേറും. ഒക്ടോബർ 8 വൈകിട്ട് 5 കൈകൊട്ടിക്കളിയും അരങ്ങേറും. തുടർന്ന് മോഹിനിയാട്ടം, ഭരതനാട്യം, നൃത്തനൃത്യങ്ങളും അരങ്ങേറും. ഒക്ടോബർ 9 കൈകൊട്ടിക്കളി, നങ്ങ്യാർകൂത്ത്, തിരുവാതിരക്കളി, നൃത്തനൃത്യങ്ങൾ, നൃത്തസന്ധ്യ എന്നിവ അരങ്ങേറും. ഒക്ടോബർ 10 വൈകിട്ട് കൈകൊട്ടിക്കളി, ഭരതനാട്യം, നൃത്തശില്പം, ഭരതസമർപ്പണവും അരങ്ങേറും. ഒക്ടോബർ 11 വൈകിട്ട് നൃത്തോപാസന, സംഗീത കച്ചേരി, ഭരതനാട്യം, മതിരിക്കും ഓർമ്മകളെ എന്ന സംഗീത വിരുതും അരങ്ങേറും. ഒക്ടോബർ 12 സംഗീതാർച്ചന, തിരുവാതിരക്കളി, സെമി ക്ലാസിക്കൽ നൃത്തം, നൃത്തനൃത്യങ്ങൾ, ക്ലാസിക്കൽ നൃത്തം എന്നിവ അരങ്ങേറും. ഒക്ടോബർ 13 രാവിലെ 5:30 മുതൽ വിദ്യാരംഭം, 9:30 കവികളുടെ വിദ്യാരംഭവും അരങ്ങേറും. വൈകിട്ട് 5:30 നാടോടി നൃത്തവും തിരുവാതിരക്കളിയും മലയാള തനിമയും കർണാടക സംഗീതവും എന്ന സംഗീത വിരുന്നും അരങ്ങേറും. വെട്ട ന്യൂസ് തിരൂർ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.